ഈ കേരളത്തെ കലാപകലുഷിതമാക്കാൻ വേണ്ടി കാലാകാലമായി കേരളത്തിലെ ഇടതുപക്ഷവും CPM-ഉം സ്വീകരിച്ച ആ സമീപനമാണിപ്പോ ആ മുഖംമൂടിയാണ് അടിഞ്ഞു വീണിട്ടുള്ളത്. ന്യൂനപക്ഷ വർഗീയത പ്രശ്നമല്ല. അങ്ങനെയുണ്ടോ? ഇതാണോ CPM-ന്റെ ന്യൂനപക്ഷ വർഗീയത പ്രശ്നമില്ല എന്ന് MP ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല. ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം. എന്താണ് പറഞ്ഞത് അഭിലാഷേ? ഭൂരിപക്ഷ വർഗീയതയാണ് ഏറ്റവും അപകടം. അല്ല, മുഴുവൻ പറയുന്നത് കേൾക്കൂ. അതിനുശേഷം അദ്ദേഹം പറയുന്നു വർഗീയ സംഘർഷങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ രണ്ട് വർഗീയ ശക്തികളും ആഗ്രഹിക്കുന്നത്. ഈ രണ്ട് വർഗീയ ശക്തികളും പരസ്പരം ശക്തിപ്പെടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പരസ്പരം ശക്തിപ്പെടുകയാണ്. ഇവരുള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയാണ്, കാരണം പരസ്പരം ശക്തിപ്പെടാനുള്ള പ്രവർത്തനമാണല്ലോ നടത്തുന്നത്. രണ്ടു കൂട്ടരും വർഗീയ സംഘർഷത്തിലൂടെ സംഘടന വളർത്താൻ ശ്രമിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ അഭിലാഷ്, അഭിലാഷോട് ഒരു അപേക്ഷയുണ്ട്. ഈ മാതൃഭൂമി എന്നുള്ള ചാനലിൽ വന്ന ആങ്കറിന്റെ സ്ഥാനത്ത് ഒന്നുകിൽ നിങ്ങൾ ഇറങ്ങി നിന്ന് ആ സ്ഥാനത്ത് വേറെ ഒരാളെ ഇരുത്തണം. കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിൽ 90% പേര് മറച്ചു ചെയ്തത് ഒരു വിഭാഗത്തിലേതാണെന്ന് ആ സഹോദരി പറഞ്ഞതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എനിക്കതിൽ ഡാറ്റ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാത്തത്. അവർ രണ്ട് കൊലപാതകങ്ങളും ഒരുപോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ തകരാറ്. അല്ല, എനിക്ക് ഡാറ്റ ഇല്ല. പക്ഷേ MP ഗോവിന്ദൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടതാണ്. അതിൽ എനിക്ക് ഡാറ്റ ഉണ്ട്. അല്ലല്ല, താങ്കൾ പറഞ്ഞ കള്ളത്തിൽ നിന്ന് പിന്മാറല്ലേ? ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന ആളുകൾ പറയുന്ന തോന്നിയാസങ്ങളൊക്കെ അംഗീകരിക്കാനല്ല ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കസേരയിൽ ഇരിക്കുന്നത്. അതിപ്പോ ആര് പറഞ്ഞാലും അതുകൊണ്ടാണ് നല്ല അന്തസ്സായിട്ട് പ്രകാശ് ബാബു ആങ്കറുടെ പണിയെടുക്കുന്നത്. എനിക്ക് എല്ലായിടത്തും ഒരൊറ്റ സ്വഭാവമാണ്. ഞാൻ വസ്തുതയുടെ പക്ഷത്തെ തലച്ചോറിൽ ഉള്ളത് കൊണ്ട് ചിലർ പറയുമ്പോൾ താങ്കൾ ഒന്നും പറയില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പ്രകാശ് ബാബു അത് താങ്കൾ കണ്ണൂരിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോകും. എവിടെ നിന്നും ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും അതൊക്കെ കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിച്ചത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞിരിക്കും. ആ സഹോദരി ഡാറ്റ ഇല്ല. ഞാൻ പരിശോധിച്ചതിന് ശേഷം പറയാം. അല്ലല്ല, ഡാറ്റ ശരി അല്ലല്ല നമുക്ക് ആ വിഷയത്തിൽ നിന്ന് പോരുത്. താങ്കൾ ഇടപെടിയല്ലേ? ഇല്ല, താങ്കൾ ഡാറ്റ പറയും. 90% വെടിവെക്കുകയല്ലേ? ഇല്ല, ഒറ്റ സെക്കൻഡ്. ഞാൻ പറയുമ്പോൾ വെടിവെക്കല്ല. ഞാൻ അങ്ങേക്ക് നിർബാധം നിറയൊഴിക്കാനുള്ള സമയം തരാം. പക്ഷെ പറയുന്നത് ഈ കാര്യമായിരിക്കണം. എന്റെ കയ്യിൽ റാലിയ പറഞ്ഞ കാര്യത്തെ കൗണ്ടർ ചെയ്യാനുള്ള ഡാറ്റ ഇല്ല. ഈ 90% മുസ്ലിം നാമധാരികളാണെന്ന് അവർ പറയുന്നു. എനിക്കറിയില്ല, അവർ പറയുന്നു. അതിന് കൗണ്ടർ ചെയ്യാൻ താങ്കളുടെ ഡാറ്റ പ്രസന്റ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഞാൻ ഇടപെടില്ല. അഭിലാഷേ, ഞാൻ പറയുമ്പോ താങ്കൾ കാര്യം ഇടപെട്ടതാണല്ലോ. ഇത് പറയൂ, ഈ കാര്യം പറയൂ. ഓക്കെ, ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം. അല്ലല്ല, ഭൂരിപക്ഷ അപകടം എന്ന് പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള ഒരു സെക്കൻഡ്. ഇപ്പോ റാനിയ പറഞ്ഞു 90% ആ പരിപാടി വേണ്ടട്ടോ. ഈ നായിന്റെ മോനെ ഞാൻ അവിടെ താങ്കൾ കാര്യത്. അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞ 90% മുസ്ലിം നാമധാരികളാണ് എന്ന് പറഞ്ഞതിൽ എന്റെ കാര്യം